നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ട്രേഡ് എടുത്തായിരുന്നു. അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി കഴിഞ്ഞ് നിൽക്കുവാണ്. കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് കൂടുതലായിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ക്യാൻഡിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എന്തായെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ട്രേഡ് നമുക്കെതിരായിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്തു. ആക്ച്വലി 0.5% അല്ല, ഇതിപ്പോൾ 1.5% എബോ നമ്മൾ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ സ്റ്റോപ്പ് ലോസ് ആകുമായിരുന്നു. സോ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റ് ആയിരുന്നു മൂവ്. അപ്പോൾ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്കറിയത്തില്ല. ഇപ്പോൾ എന്തായാലും നമ്മളിത് എക്സിറ്റ് ചെയ്താൽ 2-3 ദിവസം കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇന്നൊരു ദിവസം അങ്ങ് കൊടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ എക്സിറ്റ് ചെയ്താൽ 1.5%. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ട 3 ഇരട്ടി സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എക്സിറ്റ് ചെയ്താൽ കൊടുക്കേണ്ടി വരും. മാർക്കറ്റ് തിരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് എങ്കിലും എടുത്തിട്ട് പോരാ. സോ ഇവിടെ ഇപ്പോൾ പോയി എക്സിറ്റ് ചെയ്താൽ അത് ഇനിയിപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് കൂടുതൽ ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അതും പണിയാണ്. അപ്പോൾ ആക്ച്വലി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് അടുത്തേക്ക് തിരിച്ച് വന്നേക്കുന്നു. ആക്ച്വലി നമുക്ക് 125 രൂപയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തേക്കുന്നതിന് ഉള്ളിൽ മാർക്കറ്റ് വന്നാലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് എങ്കിലും ആക്ച്വലി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും തിരിച്ച് വന്നതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങ് ഇരിക്കുവാണ്. തൊട്ട് മേളിൽ നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് ലൈൻ, അതൊരു പ്രൈസ് ആക്ഷൻ ലൈനാണ്. അപ്പോൾ അവിടെ നല്ല റെസിസ്റ്റൻസ് ഇന്നിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് 1 മിനിറ്റ് ഈ ക്യാൻഡലിൻ്റെത് നെഗറ്റീവ് ആകുവാണെങ്കിൽ പ്രോബബിലിറ്റി കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത ക്യാൻഡിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ ആകാനുള്ളൊരു സാധ്യതയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഒരു 1 മിനിറ്റ് എന്തായാലും ഹോൾഡ് ചെയ്തിട്ട് നെക്സ്റ്റ് 1 മിനിറ്റിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് എടുക്കാം. ഇപ്പം നമ്മളിന്നിപ്പോൾ എടുത്തേക്കുന്ന പോയിൻ്റ് ഇന്നത്തെ നിലവിൽ ഹൈയുടെ തൊട്ടടുത്തായി പോയി നമ്മുടെ എൻട്രി വന്നേക്കുന്നത്. അത് ആ പ്രൈസ് ആക്ഷൻ ലൈനിലെങ്കിലും എൻട്രി എടുക്കാൻ പറ്റിയിരുന്നത് നല്ലതായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ട് നമുക്കിങ്ങ് പോരാമായിരുന്നു. ഇതിപ്പോൾ നോക്കട്ടെ എന്താകും എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റ് താഴത്തേക്ക് പോയത് കൊണ്ട് ഈ ക്യാൻഡിൽ മുകളിലേക്ക് കയറി ക്ലോസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കാം. ഈ ക്യാൻഡിൽ അവസാനിക്കാൻ പോവുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുകളിലാണ് എന്നൊരു തോന്നൽ തന്നതുകൊണ്ട് നമ്മൾ ട്രേഡിൽ നിൽക്കുവാണ്. ആക്ച്വലി നമ്മൾ എൻട്രി എടുത്തത് ഫസ്റ്റ് മിനിറ്റിൽ എടുത്താലുള്ളൊരു കുഴപ്പവും ഗുണവും ഇത് തന്നെയാണ്. അതായത് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് നമുക്ക് വളരെ വേഗത്തിൽ കിട്ടും. ഇതിപ്പോൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തു. സോ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള സമയം പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം ഒന്ന് നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്യുന്നതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ആ പ്രൈസ് ആക്ഷൻ ലൈൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിനെ തൊട്ടുപറ്റിയാണ് ഇതിപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ലൈനാണ് അവിടെ വരച്ചേക്കുന്നതെങ്കിലും ആക്ച്വലി പ്രൈസ് ആക്ഷൻ പോയിൻ്റുകൾ ജസ്റ്റ് ഒരു നമ്പർ അല്ല, അതൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആ ഏരിയ ആയിട്ട് മാർക്ക് ചെയ്താൽ ചാർട്ടിൽ അത് വളരെ അലോസരപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ലൈൻ വരച്ച് വെച്ചേക്കുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ മാർക്കറ്റ് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു, വീണ്ടും താഴെ പോകുന്നു, വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു, വീണ്ടും താഴെ പോകുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊരു റിജക്ഷൻ ഇവിടെ ഉണ്ട്. അതേ സ്ഥലം ഇവിടെ വന്നപ്പോൾ ഇന്ന് മുകളിലേക്ക് റിജക്ഷൻ കിട്ടി. സോ ദാറ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രൈസിൻ്റെ ഒരു 1%, 14 രൂപയുടെ ഒരു ഏരിയ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതിപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് താഴോട്ട് പോന്നാൽ താഴത്തേക്കും മുകളിലേക്ക് പോയാൽ മുകളിലേക്കും എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നൊരു ഏരിയയാണ്. അതായത് ഇവിടെ ബയേഴ്സ് കൂടുതൽ വരാനാണ് ബയേഴ്സ് കൂടുതൽ വരാനും ഒപ്പം സെല്ലേഴ്സ് കൂടുതൽ വരാനാണ് സെല്ലേഴ്സ് കൂടുതൽ വരാനുമുള്ളൊരു ഏരിയയാണിത്. ഇന്നിപ്പോൾ മാർക്കറ്റ് ഒരു ഇൻഡിസിഷനിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടുന്ന് മുകളിലേക്ക് ഒരു റിജക്ഷനുണ്ട്, അതുപോലെ ഇവിടുന്ന് താഴത്തേക്കൊരു റിജക്ഷനുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. ഇതിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റും, അതേപോലെ ഇതിനെ കട്ട് ചെയ്ത് താഴേക്ക് പോയാൽ നല്ലൊരു ലോസിനുള്ള സാധ്യതയാണ് ഇവിടെ കിടക്കുന്നത്. ഒപ്പം ഈ ഒരു പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് മാർക്കറ്റിൻ്റെ ഹൈ ആണ്, ഇതിനപ്പുറത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് നല്ലൊരു ഡിസിഷൻ വരേണ്ടതാണ്.
സോ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിലും താഴെ നിൽക്കുന്നതുകൊണ്ട് എക്സിറ്റ് ചെയ്തിട്ട് പോകാനും വയ്യാത്തൊരു അവസ്ഥയിൽ നമ്മൾ ആക്ച്വലി പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. മാർക്കറ്റ് അവിടെ ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ നിൽക്കുവാണ്. അവിടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇനി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമോ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളതാണ്. മുകളിലേക്കാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇന്നിപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പൊക്കെ തന്നേക്കുന്നതുകൊണ്ട് മുകളിലേക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയിലിരിക്കാം, നമ്മളങ്ങോട്ട് എടുത്തത് കൊണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബോറിംഗ് ആയിരിക്കും. സോ ഞാനൊന്ന് പോസ് ചെയ്യുവാണ്, പിന്നെ അറിയിക്കാം. മാർക്കറ്റ് ആക്ച്വലി ഒത്തിരി താഴത്തേക്ക് പോയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റാഞ്ഞത് നമുക്ക് വലിയ പണിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മളിനിപ്പോൾ വലിയൊരു സ്റ്റോപ്പ് ലോസ് തന്നെ പ്ലാൻ ചെയ്യണം. എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് എക്സിറ്റ് എടുക്കാൻ ഒരു പോയിൻ്റ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ക്യാൻഡലിൻ്റെ താഴത്ത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ ഇവിടെ നമുക്കങ്ങ് എക്സിറ്റ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു 400 രൂപയ്ക്ക് മുകളിൽ ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് അങ്ങനെയാണെങ്കിൽ വരും. അപ്പോൾ എന്തായാലും നോക്കാം. മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോയിൻറ്റിന് താഴെ പോയി. അപ്പോൾ അതിൻ്റെ താഴത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണത്. അതായത് ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ. ഇവിടെ നമുക്ക് കാണാം ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ പ്രൈസ് എന്ന് പറയുന്നത് 1430 രൂപയാണ്. അപ്പോൾ അവിടെ ഒത്തിരി പേര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ ലൈവ് കാണാൻ പറ്റും. ഈ ഡോമിൽ ഏതാണ്ട് 16,000 ക്വാണ്ടിറ്റി അവിടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നൊരു പ്രതിഭാസം കൂടെ ഉണ്ട്. അതായത് നമ്മളെപ്പോലെയുള്ള സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകളാണ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പ്രോഫിറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എക്സിറ്റ് എടുത്താൽ നമുക്ക് വരുന്ന നഷ്ടമാണ് അവരുടെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളിവിടെ എക്സിറ്റ് എടുക്കുമായിരുന്നു, ഒരു 400 രൂപയ്ക്ക് മേളിൽ നമുക്ക് എക്സിറ്റ് വരുമായിരുന്നു, സ്റ്റോപ്പ് ലോസ് വരും. അതപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലേക്ക് പോകും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴത്തുണ്ടായിരുന്ന ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൽ നിന്ന് ബൈയിങ് നടന്നു സ്ട്രോങ് ആയിട്ട്. അതുകൊണ്ടാണ് ഈ പ്രൈസ് റിജക്റ്റായി മുകളിലേക്ക് കയറിയേക്കുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ താഴത്ത് ക്ലോസ് ചെയ്താലേ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലോസിങ് മേളിലായതുകൊണ്ട് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് എടുത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഹോൾഡ് ചെയ്യാൻ ടൈം കിട്ടും. മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം, ഒരുപക്ഷെ പ്രൈസ് തിരിച്ചു വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്യാൻഡിലും നമ്മൾക്ക് അനുകൂലമായ രീതിയിൽ, അതായത് ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ എൻഡിലിൻ്റെ മുകളിലായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനിയിപ്പോൾ നോക്കാം. മാർക്കറ്റ് മുകളിലേക്ക് വരാനുള്ള ലക്ഷണമാണ് കാണിക്കുന്നതെങ്കിൽ, അഥവാ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമുക്കിന്ന് കുറച്ചധികം സാധാരണ കൊടുക്കേണ്ടതിനേക്കാൾ കണക്കിൽ പെടാത്ത സ്റ്റോപ്പ് ലോസ് നമ്മളിന്ന് കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ ഫസ്റ്റ് 1 മിനിറ്റ്, ഈ ക്യാൻഡലിൻ്റെ 1 മിനിറ്റിന് ശേഷം ഇത് റിവേഴ്സായി പോരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ, ഈ റണ്ണിങ് ക്യാൻഡിൽ പച്ചയായിട്ട് ക്ലോസ് ചെയ്യണം. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ, ഇന്ന് നമ്മളെന്തായാലും ഒരു 90% സാധ്യതയും നമ്മൾ വലിയൊരു ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടിട്ട് നമ്മളിതൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കുവാണ്, അത്രേ ഉള്ളൂ. ആക്ച്വലി ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ മാർക്കറ്റിനോട് യുദ്ധം പിടിക്കാൻ പോകരുത്. യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നുള്ളതാണ്. ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ എക്സിറ്റ് എടുക്കേണ്ടതായിരുന്നു. അതിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലായിരുന്നെങ്കിൽ അന്നേരം മാനുവലി എക്സിറ്റ് എടുത്തായിരുന്നെങ്കിൽ നമുക്കൊരു 125 രൂപയെ ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് എടുത്താൽ പോകുള്ളായിരുന്നു. ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്ന 423 രൂപയിലാണ്. എന്നാലും നമ്മൾ കണ്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. അതായത് ഈ ഒരു 2 പ്രൈസ് ആക്ഷൻ ലൈൻ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ചേഞ്ച് എന്ന് പറയുന്നത് 1.5% ആണ് ഉള്ളത്. ഇത് മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ഇല്ലാതെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ച. കുറച്ചധിക സമയം മാർക്കറ്റ് ഈ ഒരു 2 ലൈനുകൾക്കുള്ളിൽ അത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇത്രയും തന്നെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡിലേക്ക് പോകും. അതായത് ഇപ്പോൾ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇത്രയും പോയിൻ്റ് ഇവിടെ വരെ താഴത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ പോകുന്നുണ്ട് പലപ്പോഴും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതങ്ങ് പോന്നിട്ടുണ്ട്. അത് നെക്സ്റ്റ് ലൈനിലാണ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോയേക്കുന്നത്. അതേപോലെ ഇന്നിനിപ്പോൾ ഇത് മേളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ, അഥവാ ഇത് മേളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. അങ്ങനെ മേളിലേക്ക് ഇതൊരു ബ്രേക്ക് തന്നാൽ നമ്മളിവിടെ വരും.
1:1.7 നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം മാർക്കറ്റ് ഇവിടെ വരെ എന്തായാലും വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ഓക്കെ, ബാക്കി ഇനിയിപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാം. എന്തായാലും ഇന്ന് വലിയൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു നഷ്ടത്തിന് നമ്മൾ മാനസികമായി തയ്യാറെടുത്തിരിക്കുക, അത്രേ ഉള്ളൂ. മാർക്കറ്റ് അങ്ങനെ താഴത്തെ സപ്പോർട്ട് ലൈനിൽ പോയി ടച്ച് ചെയ്തിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെൻഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ നമ്മളധികം താമസിയാതെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. ട്രെൻഡ് ലൈൻ വരച്ചേക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇതിപ്പോൾ താഴത്തേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഒരു മാർഗ്ഗമാണ് ഡൗൺ ട്രെൻഡ് ലൈൻ. അതുപോലെ തന്നെ അപ്സൈഡ് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് എവിടെ നിന്ന് റിവേഴ്സ് ആകുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ് ഇങ്ങനെ മുകളിലേക്ക് വരച്ചാൽ അത് അപ്പ് ട്രെൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മളിവിടെ വരച്ചത് 2 പോയിൻറ്റുകളാണ് മിനിമം നമുക്ക് വേണ്ടത്. 2 പോയിൻറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയും താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് ക്ലോസിങ് തരുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നു, അതിലിടിച്ച് മാർക്കറ്റ് റിജക്റ്റായി. ഈ ഒരു ട്രെൻഡ് ലൈനെ ക്രോസ് ചെയ്ത് ഇത് ക്ലോസിങ്ങും തന്നു. ഇതിന് ശേഷം 2 ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചു, ഇവിടെ ഒരു റീടെസ്റ്റിംഗ് നടത്തി വീണ്ടും തിരിച്ചു പോരുകയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ, അതായത് ഇവിടെ ഒരു ലോ വെച്ചു, അതിനുശേഷം ഒരു ഹയർ ലോ വെച്ചു, ഇനി ഒരു ഹയർ ഹൈ, ഈ ഹൈയുടെ മുകളിൽ ഒരു ഹൈയും കൂടെ വെച്ചാൽ ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളൊരു ട്രെൻഡായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ട്രെൻഡ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ലോയാണ്, അതിനുശേഷം ഇതൊരു ഹയർ ലോ വെച്ചു, ഇവിടെ വീണ്ടും ഒരു ഹയർ ലോ വെച്ചു, ഇവിടെ ഒരു ഹയർ ലോ. അതായത് ട്രെൻഡ് അപ്പ് ട്രെൻഡ് ആണെങ്കിൽ അത് ഹയർ ലോ ഹയർ ലോ ഹയർ ലോ, അതേപോലെ തന്നെ ഹയർ ഹൈ, ഇതിന് മുകളിലൊരു ഹയർ ഹൈ, ഇതിന് മുകളിലൊരു ഹയർ ഹൈ. ഇങ്ങനെയാണ് അപ്പ് ട്രെൻഡുകൾ പോകുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഡൗൺ ട്രെൻഡ് പോകുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്കിത് മുകളിലേക്ക് വരുമെന്ന് ഉറപ്പിക്കാൻ ഒരു മാർഗം കൂടെ ഉള്ളത്, ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ ഇവിടെ വെക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അപ്പ് ട്രെൻഡായി മാറിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ ദോഷം പിന്നീട് സംഭവിക്കില്ല. ഇതിപ്പോൾ ഓൾറെഡി ഇന്നത്തെ ട്രേഡ് പോയിരിക്കുകയാണ്, അത് കുഴപ്പമില്ല. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഇങ്ങനെയുള്ള ദിവസങ്ങളും വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ ട്രേഡ് പിന്നെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് മുകളിലേക്ക് ലോസ് വന്നാൽ പിന്നെ നമ്മൾ അവിടെ വെച്ച് എത്രയും കുറഞ്ഞ ലോസ് എവിടെയാണോ അവിടെ വെച്ച് എക്സിറ്റ് ചെയ്ത് പോരുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പാഠമാണ് തീർച്ചയായിട്ടും. ഇത് നമുക്ക് പഠിച്ച് പോകുമ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നേരത്തെ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാമായിരുന്നു, ഇവിടെ വെച്ച് ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു ലോസ് നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ലോസ് അത്രയും കുറച്ച് വെക്കുക. നമ്മൾ 0.5 ആണ് ലോസ് വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇന്ന് നമുക്കതിന് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്യുവാണ്. നമുക്കപ്പോൾ നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം തിരിച്ച് വരുന്നു എന്ന പ്രതീക്ഷയിലാണ്. ഓക്കെ, അത് തിരിച്ച് വരട്ടെ, വരുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഈ ഹൈയെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് വരുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം കറക്റ്റായി വരുന്നു. അപ്പോൾ ഇവിടെ ലോ ആയിരുന്നു, പിന്നെ ഒരു ഹയർ ലോ വെച്ചു, അതിനോടൊപ്പം തന്നെ ഇവിടെ ഹൈ ആയിരുന്നു, പുതിയൊരു ഹയർ ഹൈയും വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ലോ സസ്റ്റെയിൻ ചെയ്യണം. അതായത് ഈ ലോയ്ക്ക് താഴെ പോകാതെ അടുത്ത ലോ വരുന്നത് ഇതിന് മുകളിൽ വരണം. അങ്ങനെ ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ആ ഒരു രീതിയിൽ മാർക്കറ്റ് സ്വിങ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ മാർക്കറ്റ് കാണിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് 2 മണിക്കൂറോളം ആകുന്നു. മാർക്കറ്റ് താഴത്തെ സപ്പോർട്ട് ലൈനിൽ പോയി അതിനുശേഷം തിരിച്ചിവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോവർ ലോ, അതിനുശേഷം അത് ഹയർ ലോ ആയി, വീണ്ടും ഒരു ഹയർ ലോ വെച്ചിട്ടുണ്ട്. ഒപ്പം ഹയർ ഹൈ, അതിന് മുകളിൽ വീണ്ടും ഒരു ഹയർ ഹൈ വെച്ചു. ഇപ്പോൾ ആ വെച്ച ഹയർ ഹൈ വീണ്ടും കട്ട് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഹയർ ഹൈ ഹയർ ഹൈ, അപ്പോൾ ട്രെൻഡ് അപ്പ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒപ്പം ഈ ലോയെ അപേക്ഷിച്ച് ഹയർ ലോ, അതിനെ അപേക്ഷിച്ച് ഹയർ ലോ, ഇനി അടുത്തൊരു ഹയർ ലോയും കൂടെ വെച്ച് ഇതും കട്ട് ചെയ്ത് അങ്ങ് മുകളിൽ പോയി കഴിഞ്ഞാൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രെൻഡ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിപ്പോൾ ഫസ്റ്റ് ആ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റാതിരുന്നത്
കൊണ്ട് നമുക്ക് ഇത്രയും സമയം ട്രേഡിൽ നിൽക്കേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ 525 രൂപ വരെ നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ നമ്മുടെ ലോസ് കണ്ടതാണ്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ തിരിച്ചു കയറി വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലോസ് 325 കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് നമ്മൾ 525 രൂപ കൊടുക്കാം എന്നൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുവാണ്. അതായത് ഈ ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തിരിച്ച് ഇവിടെ വരെ ഈ റെഡ് പോയിൻറ്റിനുള്ളിൽ വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് 125 രൂപ കൊടുത്തിട്ട് പോരാമായിരുന്നു. അങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. പിന്നെ നമ്മളിന്ന് വെയിറ്റ് ചെയ്യുന്നതിന് വേറെ കുറച്ച് കാരണങ്ങളും കൂടെ ഉണ്ട്. ഒന്ന്, ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് വരും എന്ന് തന്നെയാണ്. ആക്ച്വലി നമ്മൾ പെട്ടുപോയതാണ്. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് തിയററ്റിക്കലി നമ്മൾ ചെയ്യേണ്ടത്. അത് പറ്റാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അങ്ങ് ഹോൾഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ 2 ട്രെൻഡ് ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഇത് താഴത്തേക്ക് പോരാം, അതേപോലെ മേളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മേളിലേക്ക് പോരാം. പല വീഡിയോസിലും നിങ്ങൾ മറ്റ് പല ട്രേഡേഴ്സും പറയുന്നത് കേൾക്കാം. അപ്പം പലപ്പോഴും ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടിട്ടാണ് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആൾക്കാർ പിന്നെയും പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് മനസ്സിൽ വെക്കുക. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ഒരിത് തന്നു കഴിഞ്ഞാൽ ഇവിടെ 2 കാരണങ്ങളാണുള്ളത് മുകളിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ. ഒന്ന്, മാർക്കറ്റിൻ്റെ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നിന്ന് മുകളിലെ റെസിസ്റ്റൻസ് ലൈൻ വരെ നമ്മൾ മാർക്ക് ചെയ്താൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് കൃത്യം ഒരു മധ്യഭാഗത്തായിട്ടാണ്. അപ്പം നമ്മൾ മുന്നേയും പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മധ്യഭാഗം എന്ന് പറയുമ്പോൾ അതൊരു സപ്പോർട്ടോ ഇല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ ഇന്നൊരു ക്ലോസിങ് തരും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ വേസ്റ്റ് കേസ് നമുക്ക് സംഭവിക്കാവുന്നത് ഇവിടെ വന്നാൽ നമ്മൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് എടുക്കും. അതായത് 525 രൂപ നമ്മൾ കൊടുത്തിട്ട് പോരും. അതല്ല എങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ വരാനായിട്ട് നോക്കും. വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അത്രയും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് നോക്കാം. ഇന്നത്തെ ട്രേഡ് അങ്ങനെ കുറച്ചധികം സമയമായിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ തുടരുവാണ്. നമ്മളുടെ ലോസ് വരുന്നത് 300-ന് അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ഒരു 250 കുറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് പോരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് നേരം കൂടെ. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളോട് ഇപ്പോൾ പറയാം. അതായത് കുറച്ചധികം സമയമായി നമ്മൾ നോക്കുന്നു 1438 രൂപയ്ക്ക് മുകളിലേക്ക് 5 പൈസ പോലും പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ് 1438 സെൽ ഓർഡറായിട്ട് 26,000 മുകളിൽ ഓർഡർ കിടപ്പുണ്ട്. ബൈ ഓർഡർ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല, കാരണം ബൈ ഇങ്ങോട്ട് കാണിക്കില്ല, ഇങ്ങോട്ടുള്ള മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഹ്യൂജ് ബൈ ഓർഡറും കിടപ്പുണ്ട്. ഒരു 1,00,000 മേലെ ബൈ ഓർഡറും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് ഇത് കംപ്ലീറ്റ്, അതായത് 1,00,000 മേലെ ബൈ ചെയ്യാൻ ലിമിറ്റ് പ്രൈസിൽ ഇട്ടേക്കുന്നവരുടെ കംപ്ലീറ്റ് അത് ബൈ ചെയ്ത് തീരണം. ഒപ്പം ലിമിറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യാൻ ഇട്ടേക്കുന്നത് കംപ്ലീറ്റ് സെല്ല് ചെയ്ത് തീരണം. ഇത് രണ്ടും തീരാതെ, അതർവൈസ് ഈ സെല്ല് ചെയ്യാൻ ഇട്ടേക്കുന്ന കംപ്ലീറ്റ് തീരാതെ ഒരിക്കലും ഇതിൻ്റെ മുകളിലേക്ക് പ്രൈസിന് പോകത്തില്ല. സോ ഇത് കംപ്ലീറ്റ് തീരണം. കുറച്ചധികം സമയമായി അത് തീരുന്നില്ല. ഇത് 20,000 25,000 ഒക്കെ കാണിച്ചത് പിന്നെ കൂടി വരുന്നുണ്ട്. അതായത് ആ പ്രൈസിൽ വീണ്ടും ലിമിറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നു. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രൈസ് ഇപ്പോൾ താഴത്തേക്ക് പോകുന്നില്ല. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യാൻ ഇവിടെ ആൾക്കാർ വന്നാൽ തീർച്ചയായിട്ടും പ്രൈസിനെ താഴത്തേക്ക് പോകാം. അപ്പോൾ ഈ ഓർഡർ കംപ്ലീറ്റ് തീരാതെ ഒരിക്കലും പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യത്തുമില്ല. അത് കുറച്ചധികം നേരമായി ഇവിടെ കണ്ടല്ലോ, ഇവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് മണിക്കൂറുകളോളമായി അതങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു കുറച്ചധികം സമയമായിട്ട് ഒരേ പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് വന്ന് വീണ്ടും ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാറ പൊട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതേപോലത്തെ ഒരു പ്രക്രിയ തന്നെയാണ്. ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്ത് ആദ്യം പോയി, അതിനുശേഷം വന്ന് റീടെസ്റ്റ് എടുത്തിട്ട് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് ബ്രേക്ക് ആകുന്നില്ല. അപ്പം നിരന്തരം അടിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴാണെന്നറിയത്തില്ലെങ്കിലും വൺസ് അത് ബ്രേക്ക് ആയേ തീരുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിവിടെ ബ്രേക്ക് ആയാൽ നമുക്ക് മുകളിലേക്കൊരു വലിയ ഒരു മൂവ് ചിലപ്പോൾ കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 287 നിൽക്കുന്നത്. നമുക്ക് കുറഞ്ഞ ലോസിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റിലേക്ക് വന്നേക്കാം. സോ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തീരാനായിട്ട് 1.5 മണിക്കൂറാണ് ഉള്ളത്.
കുറച്ചധികം നേരത്തേക്ക് ഞാൻ പോസ് ചെയ്ത് വെക്കുവാണ്. അതിന് ശേഷം അവസാനം എന്ത് സംഭവിക്കുന്നു, അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലൊരു മൂവ് അങ്ങനെയാണെങ്കിൽ ഇനി മുകളിലേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ലോസ് കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് പോസ് ചെയ്യുവാണ്. ഇനി ആ മൂവ് നടക്കട്ടെ. അതിന് ശേഷം എന്ത് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മളിന്നിപ്പോൾ എക്സിറ്റ് എടുത്താലോ എന്ന് വിചാരിക്കുവാണ്. കാരണം ഇതിപ്പോൾ 5 മണിക്കൂർ കൂടുതലായി. 2 ദിവസം കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് ഇന്നിപ്പോൾ ഓൾറെഡി വന്ന് നിൽക്കുവാണ് 250 രൂപ. അപ്പോൾ 500 രൂപ വരെ ലോസിൽ പോയതാണ്. നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് തിരിച്ച് വന്നു. ഇതിപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം മാത്രമായിരുന്നു. തിരിച്ച് വന്നുകൊണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അധികം നേരത്തേക്ക് വെയിറ്റ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഇത് തിരിച്ച് വന്ന് പ്രോഫിറ്റ് തന്നേക്കാം. പക്ഷേ അതിന് വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ക്ലോസ് ചെയ്ത് അവസാനിപ്പിക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാം. ഇത് എന്തായാലും താഴത്തേക്ക് തന്നെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 250 രൂപ ലോസിൽ നമ്മളിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്ത് നന്നായി. പക്ഷേ ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു രീതിയല്ല നമ്മളിന്ന് ചെയ്തേക്കുന്നത്. നമുക്കത് സ്റ്റോപ്പ് ലോസ് ഇടാനുള്ള സമയം കിട്ടിയില്ല എന്നതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. സോ ഇത്രയും സമയം നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ കൊണ്ട് തീരുവാണ്. അപ്പോൾ ഈ ബൾക്ക് ഡീല് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒരു 1 ലക്ഷത്തിന് മേളിൽ ഒരു ബൈ ഓർഡർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒക്കെ പുറത്തിട്ട് പറഞ്ഞതാണ്. പിന്നെ പ്രത്യേകിച്ചും അത് 1.50-നാണ്. ഈ ബൾക്ക് ഡീലിൻ്റെ സമയങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ പുറകെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കുവാണ്. ലോസാണ്. ഓക്കെ, താങ്ക് യു.